മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കാണാതായ ആളുകൾക്കായി ചാലിയാറിൽ ഇന്ന് തെരച്ചിൽ തുടരും. വിവിധ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിലായിരിക്കും തെരച്ചിൽ. ഇന്നലെ നടന്ന തെരച്ചിലിൽ ചാലിയാറിൽ നിന്ന് മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ ഒന്നും കണ്ടെത്തിയിരുന്നില്ല എന്ന് പ്രേക്ഷകർ ഓർമ്മയുണ്ടല്ലോ. നിതിൻ അംബുജൻ ചാലിയാർ പുഴയ്ക്കരിയിൽ നിന്ന് നമുക്കൊപ്പം തത്സമയ വിവരങ്ങളുമായി ചേരുകയാണ്. നിതിൻ, ഗുഡ് മോർണിംഗ്. നിതിൻ, ഇന്നും തെരച്ചിൽ അവിടെ തുടരുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? വിവരങ്ങൾ എന്താണ്? ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ്. ഇന്ന് രാവിലെ 9 മണിയോടെ തന്നെ ചാലിയാറിൽ തിരച്ചിൽ നടത്തും. ചാലിയാറിലെ ഇരുട്ടുകുത്തി, കുമ്പളപ്പാറ, പരപ്പൻപാറ, പനങ്കയം അടക്കമുള്ള മേഖലകളിലാണ് ഇന്ന് സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ തിരച്ചിൽ നടക്കുക. നേരത്തെ ജനകീയ തെരച്ചിലിൽ 5 പേരുടെ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇന്നലെ അതിനുശേഷം നടത്തിയ സേനാ വിഭാഗങ്ങളുടെ തെരച്ചിലും ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. പക്ഷേ ഇന്നലത്തെ തെരച്ചിലിൽ ശരീരഭാഗങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്തായാലും ഇന്നൊരു വിശദമായ തിരച്ചിൽ നടത്താൻ തന്നെയാണ് തീരുമാനം. പ്രത്യേകിച്ചും ഈ ചാലിയാറിലെ ജലനിരപ്പ് കുറയുമ്പോൾ ഈ മൺതട്ടുകൾ കേന്ദ്രീകരിച്ച് ശരീരങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു നിഗമനം ആണ് ഈ സേനാ വിഭാഗങ്ങൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് വിശദമായ ഒരു തെരച്ചിൽ നടത്തും. തെരച്ചിലിന്റെ ആദ്യഘട്ടം ഇന്ന് പൂർത്തിയാകും. അതിനുശേഷം ഏത് നിലയിൽ തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് ഈ അവലോകനം നടത്തിയാകും തീരുമാനിക്കുക. എന്തായാലും സന്നദ്ധ സംഘടനകളെല്ലാം തിരച്ചിലിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അപ്പോഴും ഈ സ്വന്തം ഇഷ്ടപ്രകാരം പോകാതെ ബന്ധപ്പെട്ടവരെ അറിയിച്ചുകൊണ്ട് മാത്രമേ ഈ തെരച്ചിലിന്റെ ഭാഗമാകാവൂ എന്ന് കഴിഞ്ഞ ദിവസം റവന്യൂ മന്ത്രി വ്യക്തമാക്കിയിരുന്നു. എന്തായാലും റവന്യൂ മന്ത്രി അടക്കം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ മൺതട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള ശരീരഭാഗങ്ങൾ ഉണ്ടാകും, അത് കണ്ടെത്താനുള്ള നടപടികളാകും ഇനി സ്വീകരിക്കുക എന്നതാണ്. എന്നാൽ ചാലിയാറിൽ ഈ ജലനിരപ്പ് കുറയുന്ന സാഹചര്യത്തിൽ മാത്രമേ അത്തരമൊരു പരിശോധനയിലേക്ക് കടക്കുകയുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളടക്കം ചാലിയാറും പ്രത്യേകിച്ചും നിലമ്പൂരിന്റെ പല മേഖലകളിലും ശക്തമായ മഴ അനുഭവപ്പെട്ടിരുന്നു. ഇന്നും മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഈ മഴ ഈ തിരച്ചിലൊരു തിരിച്ചടിയാവുന്നൊരു സാഹചര്യമുണ്ട്. എന്തായാലും ഇന്ന് 9 മണിക്ക് തിരച്ചിൽ തുടരും. അതിൽ NDRF ഉണ്ടാകും. അതോടൊപ്പം കേരള പോലീസ്, തണ്ടർബോൾട്ട്, ഫയർഫോഴ്സ് അടക്കമുള്ള സംഘങ്ങളുടെ നേതൃത്വത്തിലാകും തിരച്ചിൽ നടക്കുക. കുമ്പളപ്പാറയിലെ വനമേഖല കേന്ദ്രീകരിച്ചും തിരച്ചിൽ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അവസാന മൃതദേഹമോ അല്ലെങ്കിൽ ശരീരഭാഗമോ കണ്ടെത്തും വരെ ഈ തിരച്ചിൽ തുടരുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും കാണാമറത്തുള്ളത് 120-ലധികം പേരാണ്. അതുകൊണ്ട് തന്നെ തിരച്ചിൽ വരും ദിവസങ്ങളടക്കം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ഇന്ന് രാവിലെ 9 മണിക്ക് വിവിധ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിലുള്ള തിരച്ചിൽ ചാലിയാറിന്റെ തീരത്ത് നടക്കും. SKN. ഓക്കെ, താങ്ക് യു. നിതിൻ അംബുജനാണ് ചാലിയാർ പുഴയ്ക്കരിയിൽ നമുക്കൊപ്പം ചേർന്നത്.